വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഡോക്ടർ. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ സ്മിത ജോയ്, സീനിയർ കൺസൾട്ടന്റ് ആൻഡ് HOD, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗൈനക്കോളജി, BPS, ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചിൻ. ഹലോ ഡോക്ടർ. ഹായ്. സാധാരണ ഈ ഡോക്ടർമാരെ പേഷ്യൻസിനെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് സുഖമാണോ എന്നാണ്. ഇന്ന് ഞാൻ ഡോക്ടറിനോട് ചോദിക്കുകയാണ്, സുഖമാണോ ഡോക്ടർ? സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. ഡോക്ടർ, നമ്മൾ ഈ ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രത്യേകിച്ചും സ്ത്രീകൾ ഒരുപാട് അവർക്ക് ചോദ്യങ്ങളും ആശങ്കകളൊക്കെ കാണും. പക്ഷെ അതുപോലെ തന്നെ ഇവരുടെ ഈ ആശങ്കകളൊക്കെ പലപ്പോഴും പരിഹരിക്കുന്നത് ഈ ഗൂഗിൾ നോക്കിയും ഈ വാട്സാപ്പ് നോക്കിയാണ്. അപ്പോൾ ഗൈനക്കോളജിയെ കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകളുണ്ട്, ഒരുപാട് മിഥ്യാധാരണകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗൈനക്കോളജിയെ കുറിച്ച് ഇപ്പോൾ ഈ പ്രചരിക്കുന്ന മിഥ്യാധാരണകൾ ഡോക്ടർ കേട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്താണ്? ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടാണ് സാധാരണ അങ്ങനെ. ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയാൻ എനിക്ക് അറിയില്ല, പക്ഷെ ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് നമ്മൾ ഈ പ്രഗ്നൻസി ആവുമ്പം കഴിക്കുന്ന ഫുഡ്, പൈനാപ്പിൾ, പപ്പായ, ഡേറ്റ്സ് ഇതൊക്കെ കഴിക്കാമോ, കഴിച്ചാൽ ബ്ലീഡിങ് കാണും. അപ്പം അങ്ങനത്തെ ഒരു മിത്ത്. സെക്കൻഡ്, സെയിം ഇത് പ്രഗ്നൻസി അല്ലാത്തപ്പോഴും ഇപ്പൊ പീരീഡ്സ് ഡിലേ ആയി എന്ന് വെച്ചാൽ അവരുടെ വിചാരം നമ്മൾ ഇങ്ങനെ ഈന്തപ്പഴോ അല്ലെങ്കിൽ ഗ്രേപ്സോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പീരീഡ്സ് ആവും എന്നാണ്. ഇത് രണ്ടും കറക്റ്റ് അല്ല. ഇപ്പം ഭയങ്കരമായിട്ട് നമുക്ക് ഇതിനകത്തൊക്കെ ബേസിക്കലി ഡേറ്റ്സിനകത്താണെങ്കിലും പിന്നെ എന്താ നമ്മൾ പൈനാപ്പിളല്ല, ബേസിക്കലി ഡേറ്റ്സ് അല്ലെങ്കിൽ കപ്പലിൻ്റെ മിഠായി, ഇതിനകത്തൊക്കെ ഉള്ളത് അയൺ കൂടുതലാണ്. അപ്പൊ ഇപ്പൊ ഹീമോഗ്ലോബിൻ കുറവുള്ള ആൾക്കാർക്ക് മേ ബി ഇത് കുറെ കഴിച്ചു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ കൂടിയിട്ട് അങ്ങനെ ബ്ലീഡിങ് പ്രഗ്നൻസി അല്ലാത്ത സമയത്ത് വന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഇതിപ്പോ പ്രഗ്നൻസി കഴിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ, പ്രഗ്നന്റ് അല്ലാത്തപ്പോ കഴിക്കുമ്പോൾ ഇതുകൊണ്ട് പീരീഡ്സ് വരികയോ ഒന്നും ചെയ്യില്ല. ഇതാണ് ഒരു കോമണസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനും ഒരു മിത്തും. ഇവ ഈ പ്രഗ്നന്റ് അപ്പോൾ ഈ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഈ ഫോളിക് ആസിഡ്. അപ്പൊ ഈ ഫോളിക് ആസിഡ് ഇത്ര ക്വാണ്ടിറ്റി വരെ ആവാളൂ, അത് കഴിഞ്ഞാൽ അതിന്റെ ക്വാണ്ടിറ്റി കൂടിയാൽ കുട്ടികൾക്ക് ഓട്ടിസം വരും, അത്തരം സാഹചര്യങ്ങളുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ബേസിക്കലി ഫോളിക് ആസിഡ് കൊടുക്കുന്നത് ബേബിക്ക് ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മള് പുറകില് പണ്ടിങ്ങനെ മുഴ, ഓപ്പൺ ആയിട്ടുള്ള മുഴ, അപ്പൊ കാലിന് താഴേക്ക് തളർച്ച, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഇപ്പൊ അത്ര കാണുന്നില്ല. കാരണം നമ്മൾ സ്കാനിലൊക്കെ അത് വളരെ ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും ആ പ്രഗ്നൻസി നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് അങ്ങനെ കാണാത്തത്. അപ്പൊ അങ്ങനത്തെ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ ഫോളിക് ആസിഡ് കൊടുക്കുന്നത്. യൂഷ്വലി ഒരു 5 milligram ഡെയിലി അങ്ങനെ വെച്ചാൽ കൊടുക്കുന്നത്. ഐഡിയലി നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു 3 months എങ്കിലും ഫോളിക് ആസിഡ് കഴിച്ചിട്ട് കൺസീവ് ചെയ്യാണ് നല്ലത്. കാരണം ബൈ ദ ടൈം നമ്മൾ പേഷ്യന്റ് പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോഴേക്കും ഒരു പാർട്ട് ഓഫ് ദ ന്യൂറോളജിക്കൽ ഡെവലപ്മെന്റ് കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ അതങ്ങനെ കൂടുതൽ നമ്മൾ അതിന്റെ 3 monthsലാണ് ഈ ഡെവലപ്മെന്റ്സ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് 3 months യൂഷ്വലി നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ചില കണ്ടീഷൻസ്, ഇപ്പം ഡയബറ്റിക് മദേഴ്സ് ആണ് അല്ലെങ്കിൽ ട്വിൻസ് ആണ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൂടുതൽ ഫോളിക് ആസിഡ് റിക്വയർമെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രം നമ്മൾ ആഫ്റ്റർ 3 months ഫോളിക് ആസിഡ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഹൈ ഡോസ് ഓഫ് ഫോളിക് ആസിഡ് അതൊരു വൈറ്റമിൻ ബിയുടെ ഒരു പാർട്ടാണ്, അതൊരു വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ്. അപ്പൊ എക്സസ് ഉണ്ടെങ്കിൽ നമ്മളത് യൂറിനിൽ കൂടെ പോകും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു ഓട്ടിസം ഉള്ളതായിട്ട് അറിയുന്നില്ല. ഇല്ലല്ലേ. ഇപ്പോഴത്തെ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾ യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ അടുക്കള ജോലിയൊക്കെ ചെയ്യുമായിരുന്നു, തൂക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ഈ സുഖപ്രസവത്തിന് വേണ്ടി. അപ്പോൾ ഇപ്പോ യോഗ അങ്ങനെ പല രീതിയിലുള്ള എക്സസൈസ് ഉണ്ട്. അപ്പം എത്ര മാസം മുതലാണ് ഗർഭിണികൾ ഇത്തരത്തിലുള്ള യോഗ അതുപോലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യേണ്ടത്? അങ്ങനെ കൃത്യമായ ഒരു മന്ത് ഉണ്ടോ? നമ്മൾ ശരിക്കും സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു പേഷ്യന്റ് പറയാൻ പറ്റില്ല, പ്രഗ്നന്റ് ലേഡി കൺസീവ് ആവുന്ന സമയത്ത് വാട്ട് എവർ എക്സസൈസ് ഷി വാസ് ഡൂയിങ് അത് കണ്ടിന്യൂ ചെയ്യാമെന്നാണ്. ഒള്ളി തിങ് ഇങ്ങനെ ഭയങ്കര നമുക്ക് ഇമ്പാക്ട് വരുന്ന എക്സസൈസ് ഉണ്ടല്ലോ, ഇപ്പൊ ബോക്സിങ് പോലെ അങ്ങനത്തെ ഭയങ്കര ഇമ്പാക്ട് വരുന്ന എക്സസൈസ് മാത്രം നിർത്തിയിട്ട് അതർവൈസ് ബാക്കി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് മന്തില്ല, നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. പിന്നെ ചില പർട്ടിക്കുലർ കണ്ടീഷൻ, സപ്പോസ് പേഷ്യന്റ് ബ്ലീഡിങ് ഉണ്ട് അല്ലെങ്കിൽ പ്ലാസെന്റ ലോ ലൈങ് ആണ്, ഇപ്പൊ കുറച്ച് ടുവേർഡ്സ് 5 months അല്ലെങ്കിൽ 7 months ആകുമ്പോൾ ബേബിയുടെ ഗ്രോത്ത് കുറവാണ്, ഫ്ലൂയിഡ് കുറവാണ്, അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ പറയും മൂവ്മെന്റ്സ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒഴിച്ച് നമുക്ക് എക്സസൈസ് ആക്ച്വലി തുടക്കം തുടങ്ങി അവസാനം വരെയും ചെയ്യാം.
പിന്നെ അവസാനമൊക്കെ ആകുമ്പോൾ നമുക്ക് സ്ക്വാറ്റിംഗ് എക്സസൈസസ്, ബ്രീത്തിങ് എക്സസൈസ്, സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന കുറച്ചും കൂടെ നമ്മുടെ ആ പെൽവിക് മസിൽസ് ഒക്കെ റിലാക്സ്ഡ് ആവാനും നോർമൽ ഡെലിവറിക്ക് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കും. അത് എത്ര മന്ത് വരെ ചെയ്യാം, അങ്ങനെയുണ്ടോ? അതായത് ഇപ്പൊ 7ാം മാസം മുതൽ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമല്ലോ. ഇല്ല, നമുക്ക് ടിൽ ഡെലിവറി ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല അതേമല്ല. പക്ഷെ ഇങ്ങനത്തെ ചില കണ്ടീഷൻസ് ഉണ്ട്, അതായത് ഡോക്ടേഴ്സ് പറയും നിങ്ങൾ റെസ്റ്റ് എടുക്കണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പാടില്ല. അങ്ങനെ പറയുന്ന പേഷ്യൻസിൽ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ടിൽ ഡെലിവറി നമുക്ക് ചെയ്യാം, ഒരു കുഴപ്പമൊന്നുമില്ല. മാം, ഇപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ ഫുഡിനെ കുറിച്ച്. അപ്പൊ എനിക്കിത് മണ്ടത്തരാണോ പറഞ്ഞൂടാ. ഇപ്പൊ ചിലവരൊക്കെ ഡൗട്ട് ഉണ്ട്, ഗർഭിണി ആയി കഴിഞ്ഞാൽ ഈ ഭക്ഷണം കഴിച്ചുകൂടെ, അത് കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവോ, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭക്ഷണം കഴിച്ചുകൂടാത്തൊരു അവസ്ഥയുണ്ടോ? അങ്ങനെ പ്രത്യേക ഭക്ഷണം കഴിച്ചുകൂടാത്തില്ല. ഞാൻ സാധാരണ പറയുന്നത് എന്താ വെച്ചാൽ ജങ്ക് ഫുഡ്സ് കഴിവതും ഒഴിവാക്കുക. കാരണം നമുക്ക് അതിനകത്ത് അറിയില്ല, എസ്പെഷ്യലി അറിയില്ല, അജിനോമോട്ടോയിലൊക്കെ അങ്ങനെ കുറച്ച് ഇപ്പോൾ ബേബിക്ക് പ്രോബ്ലംസ് വരാവുന്നത് എക്സാക്ട്ലി അറിയില്ലെങ്കിലും നമുക്ക് വരാം. അപ്പൊ കഴിവതും ജങ്ക് ഫുഡ്സ്, പുറത്തുനിന്നുള്ള ഫുഡ്സ്, അതൊക്കെ കഴിവതും ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നേ പറയാറുള്ളൂ. അല്ലാതെ നമുക്ക് സ്പെസിഫിക്കലി അങ്ങനെ ഒഴിവാക്കേണ്ടതായില്ല. പിന്നെ റോ ഫിഷസ്, ഈ സുഷി പോലത്തെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ റോ ആവുമ്പം അതിനകത്ത് ചിലപ്പം ഈ ബാക്ടീരിയാസോ വൈറസിനേലും കൂടുതൽ നമ്മളെന്താ പാരസൈറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ റോ ഫിഷസ് ഒഴിവാക്കാനായിട്ട്, അല്ലെങ്കിൽ റോ ഫുഡ്സ് ഒഴിവാക്കാൻ പറയും. പിന്നെ ബാക്കി അല്ലാതെ വേറെ ഫുഡ്സിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പിന്നെ ഇതേ പറഞ്ഞ പോലെ ഓരോ കാറ്റഗറി ഉണ്ട്. ഇപ്പൊ ഡയബറ്റിക് മദേഴ്സ് ആണെങ്കിൽ നമ്മൾ അല്ലാത്ത ഡയബറ്റിക് പേഷ്യൻസിനെ പോലെ അവർക്ക് ഡയറ്റിന് റെസ്ട്രിക്ഷൻസ് വരും. അല്ലാതെ ഒരു നോർമൽ പ്രഗ്നന്റ് ലേഡിക്ക് വേറെ അങ്ങനെ സ്പെസിഫിക് ഫുഡ്സിനൊന്നും അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇപ്പോൾ അടുത്തിടെ കോഴിക്കോട് ഒരു വീട്ടിൽ തന്നെ പ്രസവം എടുത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു പോവും, പ്രസവമൊക്കെ ഇത്ര നിസ്സാരമാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം ആ കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ റിജക്ട് ചെയ്തിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം സാധാരണ അവരതിനുള്ളൊരു മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഹോസ്പിറ്റലിൽ പോയ ഡോക്ടർമാർ പല മരുന്നും തരും, പിന്നെ അവർ ചിലപ്പോൾ അത് സിസേറിയൻ ആക്കി കളയും. ഈ സിസേറിയൻ എന്ന് പറയുന്ന ഒരു മേജർ സർജറിയാണ്. അത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പരമാവധി സിസേറിയൻ ഇല്ല. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ സിസേറിയൻ ആണ് കൂടുതലും. അതിപ്പോൾ വളരെ ഒരു കാഷ്വൽ ആയിട്ടുള്ളൊരു സംഭവമായി കഴിഞ്ഞത്, നമുക്കൊരു പേടിക്കുന്ന ഒരു ഇഷ്യൂ ഇല്ല സിസേറിയൻ. അപ്പോൾ ഈ വീടുകളിൽ ഇതുപോലെ ഇങ്ങനെ പ്രസവം എടുക്കുന്നത് അത് വളരെയധികം നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ഒരു രീതിയിലൊക്കെ ചിന്തിക്കാനുള്ള കാരണം? ആൾക്കാർക്ക് പ്രസവത്തിന്റെ കോംപ്ലിക്കേഷൻസ് വരാവുന്നത് അറിയാത്തോണ്ടാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം സംഭവിച്ച മൺഡേ എന്റെ പേഷ്യന്റ് ഒരു 3rd പ്രഗ്നൻസി ആയിരുന്നു. ആദ്യത്തെ 2ഉം നോർമൽ, ഇതും നോർമൽ. അധികം ടൈമൊന്നും എടുത്തില്ല, ഡെലിവറി ചെയ്ത് ഒരു 2 hours. ആ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഒരു ഇത്തിരി ബ്ലീഡിങ് കൂടുതൽ, നമ്മൾ അതിനുള്ളതൊക്കെ കൊടുത്തു, ഓക്കെ ആയി. ഒരു 2 hours കഴിഞ്ഞപ്പോൾ പേഷ്യന്റ് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള നമ്മൾ ലേബർ റൂമിൽ തന്നെ ഒരു 2-3 hours ഒക്കെ കിടത്തും. ബ്ലീഡിംഗ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ വീണ്ടും മെഡിസിൻ കൊടുക്കുന്നു, യൂട്രസ് കൺട്രാക്ട് ചെയ്യും കുറച്ചു നേരം, വീണ്ടും അടുത്തിങ്ങനെ ഗഷ് എന്ന് പറഞ്ഞാൽ ഗഷ് ചെയ്താണ് വരുന്നത്. നമ്മളെല്ലാ മെഡിസിൻസും കൊടുത്തു, പറ്റിയില്ല. നമ്മൾ പേഷ്യന്റിനെ തിയേറ്ററിൽ എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ അതിന്റെ ആർട്ടറീസ് ടൈ ചെയ്യുന്നു, യൂട്രസ് ചുരുങ്ങാനായിട്ടുള്ള കുറച്ച് ഇതിടുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതിട്ട് നമ്മൾ ഇതാക്കിയിട്ട് യൂട്രസ് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ്. എന്നിട്ട് എനിക്ക് ആ പേഷ്യന്റെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നു, ആ പേഷ്യന്റിനെ സേവ് ചെയ്യാനായിട്ട്. അത്ര ചെയ്തിട്ട് പോലും ആ പേഷ്യന്റ് നമ്മൾ DIC എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലേക്ക് പോകും. അതായത് ബ്ലീഡ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലെ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഒക്കെ പോയിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്തൊരു അവസ്ഥ തന്നെയാണ് DIC എന്ന് പറയുന്നത്. ആ ഒരു ഇതിന്റെ ഏർലി സ്റ്റേജിലെത്തി. കാരണം നമ്മൾ അത് കഴിഞ്ഞപ്പം എപ്പിസിയോട്ടമി, താഴെ ഇടുന്ന സ്റ്റിച്ചൊക്കെ നമ്മൾ ഓൾറെഡി സ്യൂച്ചർ ചെയ്തിരുന്നു. അവിടെ നിന്നൊക്കെ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ആ പേഷ്യന്റിന് സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ 4 കുപ്പി ബ്ലഡ്, പിന്നെ അതിന്റെ ബ്ലഡ് പ്രോഡക്ട്സ് എന്ന് പറയും, നമ്മൾ ക്രയോപ്രസിപ്പിറ്റേറ്റ്, FFP, ഇത് എല്ലാം നമ്മൾ കൊടുത്തു. ടോട്ടലി ആ പേഷ്യന്റിന് 6 ബോട്ടിൽ ബ്ലഡും 10 ക്രയോപ്രസിപ്പിറ്റേറ്റും 3 FFPയും കൊടുത്തു. എന്നിട്ടാണ് പേഷ്യന്റ് രക്ഷപ്പെട്ടു പോകുന്നത്. അത് ആ ഒരു ഹോൾ ഡേ ഞാനും ICUവിൽ കൂടെ ഇരിക്കുക, ഞാൻ അനസ്തറ്റിസ്റ്റ് എല്ലാവരും കൂടെ ഇരുന്ന്. ഇന്നിപ്പോ പേഷ്യന്റ് ഞാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി. ഈ ഒരു സംഭവം ഇതൊരു വീട്ടിലാണെങ്കിൽ, അതായത് നമ്മളിങ്ങനെ വിത്തിൻ മിനിറ്റ്സ് ആണ് പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്, അനസ്തേഷ്യക്കാര് റെഡിയാണ്, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ബ്ലഡ് പ്രോഡക്ട്സ് എടുക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്. അത്രയും ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടും നമ്മുടെ ക്രിട്ടിക്കൽ കെയറും അനസ്തേഷ്യ ടീമും എല്ലാം അത്ര നല്ല ആയതുകൊണ്ടും ആണ് നമുക്ക് ആ പേഷ്യന്റിനെ സേവ് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ആ പേഷ്യന്റ് ഡെഫിനറ്റ് ആയിട്ടും പോയേനെ.
മനസ്സിലായി. അപ്പൊ അത്രയും റിസ്ക്കിയാണ്. ഏത് പേഷ്യന്റ് ആണ് ഇങ്ങനെ ടേൺ ചെയ്യാ കോംപ്ലിക്കേഷൻസിൽ പോവാന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോ പറയുമ്പോ ഒന്നുമില്ല, ഒരു തേർഡ് ആണ്, ഫസ്റ്റ് 2 നോർമല, അവരുടെ കഴിഞ്ഞ പ്രസവം എൻ്റെ അടുത്തായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ നെക്സ്റ്റ് ഡേ ഡെലിവറി ആയി പോയതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇതാണ് ഒബ്സ്റ്ററ്റിക്സ് അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ഒരു പ്രോബ്ലം. ഏത് പേഷ്യന്റിന് എപ്പോ കോംപ്ലിക്കേഷൻ വരും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കോംപ്ലിക്കേഷൻസ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉള്ളവരുണ്ടാവും. ആന്റിസിപ്പേറ്റ് ചെയ്യണവർക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒന്നുമില്ലാത്തത്. അപ്പൊ ഈ ഒരു സംഭവം വീട്ടിലായിരുന്നെങ്കിലോ പേഷ്യന്റ് ഡെഫിനറ്റ്ലി ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ആള് പോയേനെ. അതുകൊണ്ടാണ് അത് ജനങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ അവരിനെ കുറിച്ചുള്ള അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് ഒരു പ്രഗ്നൻസി ശരിയാണ് ഫിസിയോളജിക്കൽ ഫിനോമിനയാണ്, ഡെലിവറി ഒരു ഫിസിയോളജിക്കലാണ്, പക്ഷെ ആ ഫിസിയോളജിക്കലിൽ ഇതിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം. ഇപ്പൊ പണ്ട് മെറ്റേണൽ മോർട്ടാലിറ്റി നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മുടെ അമ്മമാരൊക്കെ പണ്ടത്തെ ആൾക്കാര് പ്രസവത്തിൽ മരിച്ചു, അമ്മ മരിച്ചു, കുട്ടി മരിച്ചു, കുറെ പേരിങ്ങനെ മരിക്കും. കുറെ കുട്ടികൾ, ഒരു 10 പേരൊക്കെ അന്ന് 10 ഡെലിവറി ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു 5-6 കുട്ടികൾ അല്ലെങ്കിൽ 2-3 പേര് മരിക്കും. ഇപ്പം നമുക്ക് അങ്ങനെയല്ല. നമ്മുടെ മെറ്റേണൽ മോർട്ടാലിറ്റിയും ഇൻഫന്റ് മോർട്ടാലിറ്റി, അത് കുഞ്ഞുങ്ങൾ മരിക്കുന്ന റേറ്റ്സ് ഒക്കെ കമ്പയറബിൾ ടു ഡെവലപ്പ് കൺട്രീസ്, ഓ മേ ബി ബെറ്റർ ദാൻ ദാറ്റ്, കേരളത്തിലെ ഞാൻ പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ ഈ എല്ലാ ഡോക്ടേഴ്സിന്റെയും ഗൈനക്കോളജിസ്റ്റിന്റെയും എഫേർട്സ് ഒക്കെ കൊണ്ടാണ് അതങ്ങനെ എത്തിയേക്കുന്നത്. ഇപ്പൊ ഓഫ് ലൈറ്റ് ഇവര് ഇങ്ങനെ വീട്ടിൽ ഡെലിവറി ഒക്കെ ആകുമ്പോൾ ഇനി നമ്മുടെ ഇതൊക്കെ ചേഞ്ച് ചെയ്യും. മനസ്സിലായോ? ഇതൊക്കെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ കൂടും. ഇപ്പൊ പല പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, കുഞ്ഞു മരിച്ചു, മറ്റേ ട്രിവാൻഡ്രത്ത് എനിക്ക് തോന്നുന്നു കുഞ്ഞു മരിച്ചു എന്ന് തോന്നുന്നു, പിന്നെ അമ്മയും കുഞ്ഞും മരിക്കുന്നു. ചിലര് ആദ്യത്തെ സിസേറിയൻ ആയിട്ട് പോലും അവര് വീട്ടിൽ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യുന്നു. അതെ, ഈ നോർമൽ ഡെലിവറി കാര്യം പറയുമ്പോൾ തന്നെ പലരും ഈ വാട്ടർ ബർത്ത്, നാച്ചുറൽ ബർത്ത് അതൊക്കെ പലരും ചൂസ് ചെയ്യുന്നുണ്ടല്ലോ. അത് പലപ്പോഴും കാരണം ഈ സിസേറിയൻ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരാഴ്ച 2 ആഴ്ച ഇങ്ങനെ സ്റ്റില്ലായിട്ട് ഇങ്ങനെ കിടക്കേണ്ടി വരും. സ്റ്റില്ലായിട്ട് കിടക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. ഇപ്പൊ ഒരു സർജറി കഴിഞ്ഞാലും, ഞാൻ ഗൈനക്കും ഒബ്സ്റ്ററ്റിക്സ് ആണ് പറയുന്നത്, ഒരു ഇത് കഴിഞ്ഞാൽ നമ്മൾ 2 ആഴ്ച അനങ്ങാതെ നെക്സ്റ്റ് ഡേ തന്നെ പേഷ്യന്റ് നടത്തും. നമ്മൾ നെക്സ്റ്റ് ഡേ നടത്തും, യൂറിന്റെ ട്യൂബ് എടുക്കും, എല്ലാം ചെയ്യും. ഒരു ദിവസം നമ്മൾ വേണമെങ്കിൽ ഇത്തിരി സോഫ്റ്റ് ആയിട്ട്, അതിന്റെ പിറ്റേ ദിവസം സപ്പോസ് ഇന്ന് സിസേറിയൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ നമ്മൾ ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള കൊടുക്കും. അതിന്റെ പിറ്റേ ദിവസം തുടങ്ങി നോർമൽ ഡയറ്റ് ആണ്, പേഷ്യന്റിനെ പിറ്റേ ദിവസം തന്നെ നടത്തി. അങ്ങനെ ഒരു സ്റ്റില്ലെന്ന് പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ നമുക്കൊരു ഇൻഡിക്കേറ്റഡ് കേസിന് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എന്തായാലും ഡെലിവറി ആക്കും ഉള്ളതല്ലല്ലോ നമ്മുടെ ഇത്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മദറും ബേബിയും സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ടും കിട്ടണം. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇൻഡിക്കേറ്റഡ് കേസിന് നമുക്ക് സിസേറിയൻ ചെയ്തേ പറ്റൂ. പിന്നെ ഇപ്പം എന്താന്ന് വെച്ചാല് ഇതുപോലെ ഈ വാട്ടർ ബർത്ത്, നാച്ചുറൽ ബർത്ത് അതൊക്കെ സേഫ് ആണ്. വാട്ടർ ബർത്ത് ഒക്കെ സേഫ് ആണ്, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നാച്ചുറൽ ബർത്ത് എന്ന് പറഞ്ഞാൽ വേറെ മെഡിസിൻസ് ഒന്നും എടുക്കാതെ നമ്മൾ തന്നെ പെയിൻ വന്ന് പ്രോഗ്രസ് ചെയ്ത് അങ്ങനെ. അതിലും ചില കണ്ടീഷൻസിൽ നമുക്ക് അങ്ങനെ ഡേറ്റ് വരെ അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് ഉണ്ട്. ചിലത് വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്തവർക്ക് വെയിറ്റ് ചെയ്യാം. അത് തന്നെ നമ്മുടെ ഗൈഡ് ലൈൻസ് പറയുന്നത് ഇപ്പൊ നമ്മൾ 2 വീക്സ് ഒക്കെ വെയിറ്റ് ചെയ്യാം. പക്ഷെ ഡേറ്റ് കഴിഞ്ഞൊരു 1 വീക്ക് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. എവരിഡേ നമ്മൾ ആ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റിന്റെ ഗ്രാഫ് എടുക്കുന്നു, അങ്ങനത്തെ മോണിറ്ററിങ് ഒക്കെ ചെയ്തിട്ട് വേണം. കാരണം അത് കഴിയുമ്പോൾ കുഞ്ഞ് മഷിയിടാൻ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഇപ്പൊ സപ്പോസ് കുഞ്ഞിന് ഗ്രോത്ത് കുറവാണ്, ഡയബറ്റിക് മദേഴ്സ് ആണ്, മദറിന് പ്രഷർ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അങ്ങനെ ഡേറ്റ് കഴിയുന്നവരെ അല്ലെങ്കിൽ അവർക്ക് പെയിൻ വരുന്നവരെ, സ്പോണ്ടേനിയസ്ലി പെയിൻ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പൊ അതിന്റെ മദറിനും ബേബിക്കും കോംപ്ലിക്കേഷൻസ് വരും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ചില സന്ദർഭങ്ങളിൽ നേരത്തെ ഇൻഡ്യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോ നമ്മൾ ഈ സിസേറിയൻ ആണെങ്കിൽ ആദ്യത്തെ കുട്ടി കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞിട്ടേ അടുത്ത കുട്ടി ഉണ്ടാവുള്ളൂ എന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. പക്ഷെ ഒരു നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇപ്പൊ പലപ്പോഴും പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു കുട്ടി കഴിഞ്ഞ് 6 മാസം ആ സ്ത്രീ വീണ്ടും പ്രഗ്നന്റ് ആവുന്നു, ആ കുട്ടി കഴിഞ്ഞ് വീണ്ടും 6 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് വീണ്ടും പ്രഗ്നന്റ് ആവുന്നു. അത് ഒരു ശരിയായ ഒരു പ്രവണതയാണോ? അതിപ്പോ സിസേറിനാണേലും നോർമൽ ആണേലും അതൊരു ശരിയായ പ്രവണതയല്ല. കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് കിട്ടേണ്ട കെയർ കിട്ടുന്നില്ല. ആദ്യത്തെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഫീഡിങ്, നമുക്കിപ്പോൾ പ്രഗ്നൻസിയിൽ നമ്മൾ 5 months 6 months അല്ലെങ്കിൽ 7 months ഓരോ മദറിന്റെ ഇത് വെച്ചിട്ട് ഫീഡ് ചെയ്യാൻ പറയും. എങ്കിൽ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ബേബി വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് മറ്റേ ബേബിനെ ഫീഡ് ചെയ്യാൻ അങ്ങനെ. ചിലരൊക്കെ പറയും 2 പേരും ഒരുമിച്ച് ഫീഡ് ചെയ്യാം, അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ആ ബേബിക്ക് അല്ലാതെ കെയർ ഉണ്ടല്ലോ, ബേബിയുടെ ഓരോ സ്റ്റേജസ് ഓഫ് ഇതിലും, അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ മദറിന് റെസ്റ്റും കാര്യങ്ങളും, മദറിന്റെ നോർമൽ ഹെൽത്ത് റീഗെയിൻ ചെയ്യണ്ടേ. നമ്മൾ അടുപ്പിച്ചുള്ള പ്രഗ്നൻസീസ് വരുമ്പം അതിന്റെ കോംപ്ലിക്കേഷൻസ്, അതായത് പ്രീ ടേം ലേബർ, മാസം തികയാതെ പ്രസവിക്കാനുള്ള സാധ്യത കൂടുതലാണ്.
കുഞ്ഞിന് ഗ്രോത്ത് കുറയാനുള്ള, ലോ ബർത്ത് വെയിറ്റ് ബേബീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്, മദറിന് ഹിമോഗ്ലോബിൻ ലെവൽ കുറയാനുള്ള സാധ്യത കുറവാണ്. ഇങ്ങനത്തെ എല്ലാം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഈ സിസേറിനാണേലും നോർമൽ ഡെലിവറി ആണേലും ഭയങ്കര അടുപ്പിച്ചുള്ള പ്രഗ്നൻസീസ് നല്ലതല്ല, മദറിനും ബേബിക്കും നല്ലതല്ല. നമ്മളെപ്പോഴും ഈ ഗൈനക്കിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും സ്ത്രീകളുമായിട്ട് കണക്ട് ചെയ്താണ് പറയുന്നത്. ഇപ്പൊ പുരുഷന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോൾ ഇത്രയും അഡ്വാൻസ് ആയിട്ടും സയൻസ് ഇത്രയും പുരോഗമിച്ചാലും പറയുന്നുണ്ട് 30 വയസ്സ് കഴിഞ്ഞാൽ പ്രസവിക്കാൻ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പുരുഷന്മാർക്ക് അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ? പുരുഷന്മാർക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയ ഏജ് ലിമിറ്റ് ഇല്ല. പക്ഷെ അവർക്കും ഇപ്പൊ ഏജ് കൂടുന്തോറും ഓരോ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാറില്ല. സ്പേം കൗണ്ട് ഇങ്ങനെ ഏജ് കൂടുന്ന പറയുമ്പോൾ സ്പേം കൗണ്ട് കുറയാൻ, ഡയബറ്റീസ് വന്നു എന്ന് വെച്ചാൽ ചിലപ്പോൾ കോണ്ടാക്റ്റിന് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരാം. എന്തെങ്കിലും അവർക്ക് അസുഖങ്ങൾ വന്നിട്ട് മെഡിസിൻസ് എടുക്കേണ്ടി വന്നാൽ അപ്പൊ സ്പേമിന്റെ ക്വാളിറ്റിയും കൗണ്ടും ഒക്കെ കുറയാം. അപ്പം പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ പണ്ട് തുടങ്ങി ഇങ്ങനെ പറയുന്നതിന്റെ ഒരു കാര്യം, കുഞ്ഞിന് ജനിതകമായിട്ടുള്ള അബ്നോർമാലിറ്റീസ് ഒക്കെ വരാം. എസ്പെഷ്യലി മദർ ഒരു 35 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പം നമ്മുടെ ജീൻസിലൊക്കെ പ്രശ്നം വന്നിട്ട് ജനറ്റിക് അബ്നോർമാലിറ്റീസ് വരാം. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ മദറിനും സെയിം ആണ്. ഏജ് കൂടുന്തോറും ഇപ്പൊ പ്രഷർ വരാന്, ഷുഗർ വരാന്, എസ്പെഷ്യലി നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് ആയതുകൊണ്ട് ഇപ്പൊ യങ് മദേഴ്സ് വരെ ഇഷ്ടംമാതിരി ഡയബറ്റിക് മദേഴ്സ് ഉണ്ട്. അപ്പൊ ഏജ് കൂടുന്തോറും ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ കൂടി വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ജനറ്റിക് അബ്നോർമാലിറ്റിയും കൂടെ ഇത് വെച്ചിട്ടാണ് മെയിൻലി ഒരു 30 ഇയേഴ്സ് എന്നുള്ള ഒരു ഇത് പറയുന്നത്. 30 എന്നുള്ളത് 35 ഒക്കെ ആയാലും കുഴപ്പമില്ല. പക്ഷെ ഒത്തിരി അങ്ങോട്ട് എഴുതി പിന്നെ നമ്മുടെ ഓവേറിയൻ റിസർവ് കുറയും. അപ്പം ഹെൽത്തി എക്സും നമ്പർ ഓഫ് എക്സും ഒക്കെ കുറയും. അപ്പൊ ഫെർട്ടിലിറ്റി ഇഷ്യൂസും ഒക്കെ വരും. അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീകളെ ഇതായിട്ട് അങ്ങനെ പറയുന്നത്, പുഷ് ചെയ്ത് പറയുന്നത്. അല്ല, പലപ്പോഴും ഇപ്പോഴത്തെ സ്ത്രീകൾക്കെല്ലാം ജോലിയുണ്ട്, കൂടുതൽ അംബീഷ്യസ് ആണ്, കരിയർ ഓറിയന്റഡ് ആണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ലേറ്റ് പ്രഗ്നൻസി പലരും ചൂസ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ പല സെലിബ്രിറ്റീസ് ഞാൻ കേട്ടിട്ടുണ്ട്, അവരുടെ എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെച്ച് കുട്ടികൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടി. അതൊക്കെ കുട്ടികളുടെ ഹെൽത്തിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? നമ്മളിപ്പോ ഒരു IVF, ഇപ്പൊ കുട്ടികൾ ഉണ്ടാവാത്ത ഒരു കപ്പിളിന് IVF ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. അതിലും മിക്കവാറും നമ്മൾ എഗ്ഗ് എടുത്ത് ഉടനെ ഇടുന്നതിലും എഗ്ഗ് എടുത്ത് എംബ്രിയോ ആക്കി ഉടനെ ഇടുന്നതിലും അവർ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ഫ്രോസൺ എംബ്രിയോസ് ആണ് കുറച്ചും കൂടെ ഇടുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഉള്ളൂ. അല്ലാതെ അതുകൊണ്ട് ബേബിക്ക് അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് പോകുന്നതിനെ നമ്മളൊന്ന് പിടിച്ച് നമുക്ക് നിർത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ എഗ്ഗിന്റെ നല്ല എഗ്ഗ് എടുത്ത് പ്രിസർവ് ചെയ്യുന്നൊന്നുള്ളൂ. അതുവൈസ് ബേബിക്ക് അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു ആങ്സൈറ്റിയാണ് ഈ PCOD, ഫൈബ്രോയിഡ്, സിസ്റ്റ്. അപ്പോൾ പലപ്പോഴും ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് ഇപ്പോഴും പലർക്കും ഒരു ധാരണ കുറവുണ്ട്. എന്താണ് ഡോക്ടർ ഈ PCOD, ഫൈബ്രോയിഡ്, സിസ്റ്റ്, ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? PCOD എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്. അത് ബേസിക്കലി ഒരു ഹോർമോണൽ കണ്ടീഷനാണ്, ഒരു മെറ്റബോളിക് സിൻഡ്രോം എന്നൊക്കെ നമ്മൾ പറയും. ഈ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞാൽ അത് ഓവറിയിലെ സിസ്റ്റ് അല്ല. നമുക്ക് ഈ ഹോർമോൺസ് കൊണ്ട് ഓവറിയിൽ ഇങ്ങനെ എഗ് ഡെവലപ്പ് ചെയ്യുന്ന, അത് മൾട്ടിപ്പിൾ എഗ്സ് ഇങ്ങനെ ഒരേ ഒരു ലെവലിൽ വന്നിട്ട് ഫർദർ അങ്ങോട്ട് മെച്ചുർ ചെയ്യാതെ നിൽക്കും. ആ ഒരു അപ്പിയറൻസിനെയാണ് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞാൽ. അല്ലാത്തൊരു സിസ്റ്റ് പോലെയല്ല. നമ്മൾ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്, മെയിൽ ഹോർമോൺസ് കുറച്ച് ഡോമിനേറ്റിംഗ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് നമുക്ക് പീരീഡ്സിന് ഇറഗുലാരിറ്റി വരാം, ഏത് വേണമെങ്കിലും വരാം, വരാതിരിക്കുക, അടുപ്പിച്ച് വരാം, ബ്ലീഡിങ് കൂടിയുള്ളിൽ വരാം, അങ്ങനെയൊക്കെ. വെയിറ്റ് ഗെയിൻ ചെയ്യാം, പിന്നെ ഹെയർ ഗ്രോത്ത്, ഫീമെയിൽ മുഖത്ത് അങ്ങനെയൊക്കെയുള്ള മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഡിസ്ട്രിബ്യൂഷൻ വരാം, തലമുടി കൊഴിയാം, പിന്നെ ഇങ്ങനെ കറുപ്പ്, എസ്പെഷ്യലി കഴുത്തില്, ആക്സിലയില് അങ്ങനെയൊക്കെ കറുപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ അത് ബേസിക്കലി ഒരു ഹോർമോണൽ കണ്ടീഷനാണ്. അതാണ് PCOD. ഇനി ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്രസിന്റെ മസിൽസിൽ നിന്ന് വരുന്ന ഒരു ഗ്രോത്ത്, ഒരു ട്യൂമർ. പക്ഷെ അത് ഒരു നോൺ ക്യാൻസറസ് എന്ന് തന്നെ പറയാം. വളരെ റെയർ ആയിട്ട് ഒരു 0.5% അത് ചിലപ്പോൾ ഒരു ക്യാൻസറസ് ആവും, വളരെ റെയർ ആയിട്ട്. യൂഷ്വലി നോൺ ക്യാൻസറസ് ഒരു ഗ്രോത്ത് ആണ്. പിന്നെ സിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഓവറിയിലാണ് സിസ്റ്റ് വരിക യൂഷ്വലി. അത് സിസ്റ്റ് എന്ന് ബേസിക്കലി മീൻസ് ഒരു ഫ്ലൂയിഡ് ഫിൽ കളക്ഷൻ. അത് പല ടൈപ്പ് ഓഫ് സിസ്റ്റ് ഉണ്ട്. ചിലപ്പം ഒരു ഫോളിക്കുലർ സിസ്റ്റ്, കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ഓവുലേഷനിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ട് വരുന്ന ഒരു സിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ്, വേറെ പല പല ടൈപ്പ് ഓഫ് സിസ്റ്റ് ഉണ്ട്. ബിനൈൻ ആവാം, അതായത് ഒരു ക്യാൻസറസ് ഒന്നും അല്ലാത്ത ആവാം, ക്യാൻസറസ് ആവുന്നതും ആവാം. അങ്ങനെ സിസ്റ്റ് പല പല അതിൽ വലിയൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പക്ഷെ മൂന്ന് സാധനങ്ങളാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഈ പ്രഗ്നന്റ് ആവാൻ തടസ്സമുള്ളത് ഇതിനകത്ത് ഏതാണ്?
അത് PCOD തന്നെയാണ്. PCOD PCO. പിന്നെ സിസ്റ്റിൽ തന്നെ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അതായത് നമ്മൾ മെൻസസ് ആവുമ്പം ബ്ലഡ് ആയിട്ട് പോകുന്ന യൂട്രസിന്റെ ഉള്ളിലത്തെ ലൈനിങ് ആണ്. ഞാനിങ്ങനെ ഒരു ഇതായിട്ട് സയന്റിഫിക് ആയിട്ടല്ല നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് അതിന്റെ ടിഷ്യൂസും ഗ്ലാൻസും ഒക്കെ യൂട്രസിന്റെ പുറത്ത് വന്ന് ബ്ലീഡ് ചെയ്യുന്നതാണ്. അത് ഓരോ പ്രാവശ്യം പീരിയഡ്സ് ആകുമ്പോൾ ഈ ഗ്ലാൻസും ഇതുള്ള സ്ഥലത്ത് ബ്ലീഡ് ചെയ്യുന്നതാണ് എൻഡോമെട്രിയോസ്. അങ്ങനെ ബ്ലീഡ് ചെയ്ത് ഒരു സിസ്റ്റ് ആവുമ്പം അത് നമുക്ക് ഓവറിയിൽ നമുക്ക് എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് എന്ന് പറയും. അതും നമുക്ക് പ്രഗ്നൻസിക്ക് തടസ്സം വരാവുന്ന ഒരു സിസ്റ്റാണ്. ഫൈബ്രോയിഡ് ഒന്നും സാധാരണ അങ്ങനെ വലിയ പ്രശ്നം വരാറില്ല. പക്ഷെ ഇപ്പൊ ഭയങ്കര ലാർജ് ഫൈബ്രോയിഡ്സ് ആണ്, അല്ലെങ്കിൽ ട്യൂബിന്റെ ബിഗിനിങ്ങിലാണ് ആ ഫൈബ്രോയിഡ് വന്ന് നിൽക്കുന്നത്, എഗ്ഗിനും ഇതിനും അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒക്കെയുള്ള സാഹചര്യങ്ങളിൽ ഫെർട്ടിലിറ്റിക്ക് ഇഷ്യൂ വരാം. പക്ഷെ നമ്മൾ കോമൺലി നോക്കുമ്പോൾ PCOD സിസ്റ്റിന്റെ പാർട്ടിലാണെങ്കിൽ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ്, ഇത് രണ്ടുമാണ് കൂടുതൽ നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. ഈ പലപ്പോഴും നമ്മുടെ രാജ്യത്ത് ഈ സ്കാനിങ്ങിൽ കുട്ടിയുടെ സെക്സ് ഏതാണെന്ന് നമുക്ക് അറിയാനൊരു വകുപ്പില്ലല്ലോ. അപ്പോൾ അതിന് ഈ പല കുറുക്ക് വഴികളും പലരും ചെയ്യാറുണ്ട്. ഈ സ്ത്രീകളുടെ വയറ്റ് നോക്കി, ഗർഭിണിയുടെ വയറ്റ് നോക്കി ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, ഈ സ്ത്രീകളുടെ കഴുത്ത് കറുത്തിരിക്കുകയാണെങ്കിൽ അത് ആൺകുട്ടിയാണെന്ന് പറയും, നല്ല ഗ്ലോ ഉണ്ടെങ്കിൽ പെൺകുട്ടിയാണെന്ന് പറയും. ഇതിലൊക്കെ എന്തെങ്കിലും സയന്റിഫിക് ബേസിസ് ഒന്നും ഇല്ല. അത് ഇങ്ങനെ പണ്ട് തുടങ്ങിയ ആൾക്കാർ പറഞ്ഞു പോകുന്നുള്ളൂ. ഈവൻ നമ്മുടെ പേഷ്യൻസ് ചിലര് സ്കാൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്കാനിൽ നമ്മൾ ബേബി ഇത്രേ ഉണ്ടാവുള്ളൂ, വളരെ സ്മോൾ ആയിരിക്കും. നമ്മളപ്പോൾ ഫസ്റ്റ് സ്കാൻ ചെയ്യുന്ന ഡേറ്റിംഗ് അവർ പറയുന്ന ഡേറ്റ് വെച്ചിട്ട് കറസ്പോണ്ടിങ് ആണോ, യൂട്രസിന്റെ ഉള്ളിലാണോ പ്രഗ്നൻസി, ഹാർട്ട് ബീറ്റ് ഉണ്ടോ, ഇത്രേ അറിയാൻ പറ്റില്ല, അത്ര കുഞ്ഞു ബേബി ആയിരിക്കും. അത് കഴിഞ്ഞ് ബേബി വന്നൊക്കെ കഴിഞ്ഞിട്ട് പറയണവര് ഞങ്ങൾക്ക് ഫസ്റ്റ് സ്കാൻ കണ്ടപ്പോഴേ മനസ്സിലായത് ബോയ് ആയിരുന്നു അല്ലെങ്കിൽ ഗേൾ ആയിരുന്നു എന്ന് എനിക്ക് അന്നേ മനസ്സിലായെന്ന് പറയും. അങ്ങനെ നമുക്ക് പോലും മനസ്സിലാവില്ല, കാരണം മനസ്സിലാവാനില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു അത്രേ ഉണ്ടാവുള്ളൂ. അപ്പം അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും സയന്റിഫിക് ബേസിസ് ഒന്നുമില്ല, മെയിലാണോ ഫീമെയിൽ, അത് നമുക്ക് സ്കാനിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ടീനേജിൻ്റെ ഇടയിൽ ഈ അബോർഷൻ റേറ്റ് വല്ലാതെ കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലർക്കും ഈ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറിനെ വന്ന് നേരിട്ട് കണ്ട് പറയാൻ പലർക്കും പറ്റുന്നില്ല, ഒരു മടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഈ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഈ ഗർഭനിരോധന മരുന്നുകൾ കിട്ടുന്നുണ്ട്. മറ്റൊരു വശം പറയുകയാണെങ്കിൽ ഉത്തേജന മരുന്നുകൾ കിട്ടുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ഈ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത്തരം മരുന്നുകൾ അവർ തന്നെ പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് അത് എത്രത്തോളം അപകടകരമാണ്? ഗർഭനിരോധന ഇതാണോ ഉദ്ദേശിച്ചത് അതോ അബോർഷൻ ചെയ്യാനുള്ളതാണ്? അബോർഷൻ ചെയ്യാനുള്ള ഗർഭനിരോധനം എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആണ്, പ്രഗ്നൻസി ആവാതിരിക്കാനുള്ളതാണ്. അത് വലിയ അബോർഷൻ ചെയ്യാനുള്ള മരുന്നുകളും നമുക്ക് കിട്ടും. അതിന്റെ ഒരു മെയിൻ വശം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഈ പ്രഗ്നൻസി യൂട്രസിന്റെ ഉള്ളിലാണോ എന്ന് കൺഫേം ചെയ്തിട്ട് വേണം ശരിക്കും പറഞ്ഞ ഈ മെഡിസിൻസ് എടുക്കുന്നത്. സപ്പോസ് പ്രഗ്നൻസി ട്യൂബിലാണെങ്കിൽ ഇവര് മെഡിസിൻ കഴിക്കാം, ട്യൂബില് പ്രഗ്നൻസി പൊട്ടാം, ട്യൂബിൽ പ്രഗ്നൻസി വളരാൻ പറ്റില്ലല്ലോ, പൊട്ടി വയറിൽ ബ്ലീഡിങ് വരാം, അങ്ങനത്തെ കാര്യങ്ങൾ വരാം. പിന്നെ പ്രഗ്നൻസി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണെങ്കിൽ ഇവർ മെഡിസിൻ കഴിച്ചു, വീട്ടിൽ വെച്ച് ഇതുപോലെ ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്തു, വീട്ടുകാരോടും പറയുന്നുണ്ടാവില്ലല്ലോ, ബ്ലീഡ് ചെയ്തിട്ട് നമ്മൾ കൊളാപ്സ് ചെയ്യുന്ന അവസ്ഥകൾ അങ്ങനെയൊക്കെ വരാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോവാതിരിക്കാൻ എപ്പോഴും സേഫ്. ഇപ്പം അതുകൊണ്ടാണല്ലോ ഗവൺമെന്റ് MTP റൂൾസ് ഒക്കെ ഭയങ്കരമായിട്ട് ലിബറലൈസ് ചെയ്തല്ലോ. ഈവൻ അൺമാരീഡ് കുട്ടികൾക്ക് ഈവൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എവിടെയാണെങ്കിലും ദേ ക്യാൻ അപ്രോച്ച്. പിന്നെ മൈനർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഗാർഡിയൻ വേണം, അങ്ങനത്തെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. എങ്കിലും എല്ലാ ഹോസ്പിറ്റൽസിലും തന്നെ ആ ഒരു ജസ്റ്റേഷൻ എത്ര പ്രഗ്നൻസി ആയെന്നൊക്കെ വെച്ചിട്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അൺസേഫ് പ്രഗ്നൻസീസ് വരാതിരിക്കാനും മോർട്ടാലിറ്റി വരാതിരിക്കാനാണ് ഗവൺമെന്റ് MTP റൂൾസ് ഒക്കെ ലിബറലൈസ് ചെയ്തത്. എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാം. പിന്നെ അല്ല, ഈ ഗർഭനിരോധന മരുന്നുകൾ അത് എത്രത്തോളം ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിച്ച് കഴിക്കുന്നത് സേഫ്? അത് അത്ര പ്രശ്നമില്ല, അൺലെസ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെറിയ പിള്ളേരാകുമ്പോൾ അവർക്ക് വലിയ അസുഖങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ പ്രായം കൂടുന്തോറും ആണ് ഇങ്ങനത്തെ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് വരാം. സപ്പോസ് നമുക്കൊരു പ്രഷർ ഉണ്ട്, ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ കാർഡിയാക് ഇഷ്യൂസ് ഉണ്ട്, അല്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതിനകത്ത് ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ ഈ പ്രോബ്ലംസ് കൂടാം, അല്ലെങ്കിൽ കാലിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാം, DVT, പൾമണറി എംബോളിസം എന്നൊക്കെ പറയും, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ കൂടാനുള്ള
അങ്ങനെയുണ്ട്. അപ്പൊ ഐഡിയലി ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ റൂൾ ഔട്ട് ചെയ്ത് അവരുടെ ഒരു അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കഴിക്കുന്നതാണ് ഐഡിയലി നല്ലത്. പക്ഷെ ഒരു അബോഷന് വാങ്ങിക്കുന്ന പില്ലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോൺട്രാസെപ്റ്റീവ് പിൽ, ഗർഭനിരോധന ഗുളികകൾ കമ്പാരിറ്റീവ്ലി സേഫ് ആണ്. ഇപ്പൊ ഒരു വന്ധ്യതയുള്ള പുരുഷൻ അയാൾക്ക് ഇതുപോലെ പുറത്ത് പറയാനുള്ള ചില ഇൻഹിബിഷൻസ് ഉണ്ടാവും. അയാൾ ഇതുപോലെ മെഡിക്കൽ ഷോപ്പിൽ പോയി ഇതുപോലെ ഉത്തേജന മരുന്നുകൾ എന്ന് പറഞ്ഞ് പലതും അവൈലബിൾ ആണ്. അതൊക്കെ എത്രത്തോളം അതിനും കുറച്ച് സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉണ്ട്. ഇപ്പം ഒരു ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യന്റ് അവര് കഴിക്കുന്ന മെഡിസിൻസ് ആയിട്ട് ഇന്ററാക്ഷൻസ് വരാം. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാർഡിയാക് ഇഷ്യൂസ് വരാം. എപ്പോഴും എന്ത് മെഡിസിനും നമ്മളൊരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് അല്ലെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടാണ് കഴിക്കുന്നത് നല്ലത്. അതാണല്ലോ ഗവൺമെന്റ് ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയല്ലോ റൂൾസ്. പണ്ടത്തെ പോലെയല്ല ഇപ്പൊ നമുക്ക് ആന്റിബയോട്ടിക്സും മെജോറിറ്റി മെഡിസിൻസും OTC ആയിട്ട് കിട്ടില്ല. എല്ലാം നമുക്ക് വിത്ത് പ്രിസ്ക്രിപ്ഷൻ ഇപ്പൊ കിട്ടുള്ളൂ. അതൊരു നല്ല മൂവാണ് ഗവൺമെന്റ് സൈഡിൽ നിന്ന്. അല്ലെങ്കിൽ ഇങ്ങനെ ആന്റിബയോട്ടിക് നമ്മളൊന്ന് ചുമയ്ക്കുന്നു, ആന്റിബയോട്ടിക് വാങ്ങിക്കുന്നു, മനസ്സിലാവും. അപ്പൊ മൾട്ടിപ്പിൾ ഡ്രഗ്സ് റെസിസ്റ്റന്റ് ബാക്ടീരിയാസ്, വൈറസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പം എപ്പോഴും ഒരു ഡോക്ടറെ കണ്ട് അവരുടെ കൺസൾട്ട് ചെയ്തിട്ട് മെഡിസിൻസ് എടുക്കുകയാണ് നല്ലത്. ഡോക്ടർ, ഇനി നമ്മുടെ അടുത്തൊരു സെഗ്മെന്റ് ആണ് പബ്ലിക്കിൽ നിന്നുള്ള കുറെ ചോദ്യങ്ങളാണ്. ഡോക്ടർ, ആദ്യത്തെ ചോദ്യമാണ്, ഗർഭിണികൾ NT സ്കാൻ ചെയ്യണമെന്ന് നിർബന്ധമാണോ? എന്താണ് ഈ NT സ്കാൻ? NT സ്കാൻ എന്ന് പറഞ്ഞാൽ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി എന്നാണ് NTയുടെ ഫുൾ ഫോം. അത് നമ്മൾ ബിറ്റ്വീൻ ഒരു 11 to 14 വീക്സ് ആണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നതിന്റെ മെയിൻ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ജനറ്റിക് അബ്നോർമാലിറ്റീസ് ലൈക്ക് മംഗോളിസം, ഡൗൺ സിൻഡ്രോം, അതുപോലത്തെ ട്രൈസോമി 13, 18 അങ്ങനത്തെ ജനറ്റിക് അബ്നോർമാലിറ്റീസിന്റെ മാർക്കേഴ്സ് ആണ്. വൺ ഓഫ് ദ മാർക്കറാണ് ഈ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി. ആ സ്കാനിൽ നമ്മൾ അത് മാത്രമല്ല വേറെയും കുറെ സാധനങ്ങൾ നോക്കും. ബേബിയുടെ നെയ്സൽ ബോണ്, ഡക്ടസ് വീനോസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് അറിയാനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്കാനാണ് NT സ്കാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു പ്രഗ്നൻസിയിൽ ഏതൊക്കെ സ്കാൻ ചെയ്യണം എന്ന് വെച്ചാൽ NT സ്കാന്, പിന്നെ ഒരു 18-20 വീക്സ് ഒക്കെ ആകുമ്പോൾ അനോമലി സ്കാൻ, കുഞ്ഞിന് എന്തെങ്കിലും സ്ട്രക്ചറൽ അനോമലീസ് ഉണ്ടോ, ഇത് രണ്ടും മസ്റ്റായിട്ട് ചെയ്യണം. പിന്നെ ഗ്രോത്ത് സ്കാൻ ഒരു 8 months ഒക്കെ ആകുമ്പോൾ ഗ്രോത്ത് സ്കാൻ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ NT സ്കാനും അനോമലി സ്കാനും ശരിക്കും പറഞ്ഞാൽ എന്തായാലും ചെയ്തിരിക്കുകയാണ് നമുക്ക് സേഫ് ബേബിയുടെ കാര്യങ്ങൾ അറിയാൻ. എന്നാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ MRI സ്കാൻ ചെയ്യാറില്ലേ? MRI സ്കാൻ പ്രഗ്നൻസിയിൽ അത്ര കോമൺ ആയിട്ടല്ല. സപ്പോസ് ബേബിക്ക് ഒരു നമ്മൾ സ്കാനിൽ ഒരു അനോമലി കണ്ടുപിടിച്ചു, പക്ഷെ നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഒരു ഡൗട്ടാണ്. ആ ഡൗട്ട് ഇപ്പൊ എസ്പെഷ്യലി ബ്രെയിനിലെ കാര്യങ്ങളൊക്കെ ബേബിയുടെ, ഇപ്പൊ നമുക്ക് അൾട്രാസൗണ്ട് വെച്ച് ഫുള്ളായിട്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ബേബിയുടെ ഏതെങ്കിലും ഒരു സോഫ്റ്റ് ടിഷ്യൂ, എവിടെ ഒരു മസിലിൽ ഒരു മുഴ പോലെ, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് നമ്മൾ ബെറ്റർ ആയിട്ട് അറിയാനായിട്ടാണ് ഒന്ന് നമ്മൾ ഫീറ്റൽ MRI ചെയ്യുന്നത്. പിന്നെ നമ്മൾ പ്ലാസന്റയുടെ മറുപിള്ളയുടെ പൊസിഷൻ, മറുപിള്ള താഴെ ആവുന്നതിലും കൂടുതൽ ഇപ്പൊ പ്രീവിയസ് സിസേറിനൊക്കെ ഉള്ളവർക്ക് അഡ്ഹറൻ പ്ലാസന്റ എന്ന് പറയും. പ്ലാസന്റ പ്രീവിയസ് കാറിൽ ഇങ്ങനെ ഒട്ടിയിരുന്നിട്ട് അതിന് ഡെലിവറി കഴിഞ്ഞ് പോരാൻ ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനാണ് മോർബിഡ് അഡ്ഹറൻ പ്ലാസന്റ. അപ്പൊ അത് ഭയങ്കര ഒരു പ്രശ്നം, ഡെലിവറി കഴിയുമ്പം ഒരു പ്രശ്നം വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് ചിലപ്പോൾ സിസേറിയന്റെ ഒപ്പം തന്നെ യൂട്രസ് എടുക്കേണ്ടി വരും. കാരണം പ്ലാസന്റ നമ്മൾ മാറ്റാൻ നോക്കിയാൽ പേഷ്യന്റ് ബ്ലീഡ് ചെയ്ത് നമുക്ക് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വരും. അപ്പൊ നമുക്ക് അത് തന്നെയാണോ, അത് എത്രത്തോളം, അതിങ്ങനെ യൂട്രസിന്റെ ഇവിടെ ഒട്ടി പിന്നെ അവിടെ നിന്ന് അത് തുളഞ്ഞ് യൂട്രസിന്റെ പുറത്ത് വരാം. യൂട്രസിന്റെ ഫ്രണ്ടിൽ ബ്ലാഡറാണ്, യൂറിനറി ബ്ലാഡറാണ്, അതിലേക്ക് കയറാം. അപ്പൊ അതിന്റെ എക്സ്റ്റെൻഡ് ഓഫ് പ്ലാസന്റ അറിയാനൊക്കെ നമ്മൾ MRI ചെയ്യും പ്രഗ്നൻസിയിൽ. അങ്ങനെ വളരെ ചുരുക്കം കണ്ടീഷനിൽ മാത്രമേ പ്രഗ്നൻസിയിൽ MRI ചെയ്യാറുള്ളൂ. ഈ ക്രമരഹിതമായ ആർത്തവം പേടിക്കേണ്ട ഒന്നാണോ? പേടിക്കേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സപ്പോസ് അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഏജ്. നമ്മൾ എപ്പോഴും ഇപ്പൊ കുറെ വൈകി വരുന്ന പീരീഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്ര പേടിക്കണ്ട. ആ സമയം കണ്ടിന്യൂസ് ബ്ലീഡിങ്, നമ്മളിങ്ങനെ ഒരു മാസം 2 മാസം ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കര ബ്ലീഡിങ് അല്ലെങ്കിലും കുറേശ്ശെ ബ്ലീഡിങ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കൺസേൺ ആവണം. അതുപോലെ പീരീഡ്സ് ഇല്ലാത്ത അതായത് 2 പീരീഡ്സിന്റെ ഇടയ്ക്ക് ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിംഗ് എന്ന് പറയും, അത് കുറച്ചും കൂടെ കൺസേൺഡ് ആവേണ്ടതാണ്. പിന്നെ ഏജ് കൂടുന്തോറും ആണല്ലോ നമുക്ക് ഇങ്ങനെ ക്യാൻസേഴ്സോ പ്രീ ക്യാൻസേഴ്സ് കണ്ടീഷൻസ് അങ്ങനെയൊക്കെ വരാം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഇറഗുലർ ബ്ലീഡിംഗ് ഒക്കെ കുറച്ചും കൂടെ കൺസേൺഡ് ആവേണ്ട കാര്യങ്ങളാണ്.
അപ്പൊ എല്ലാ ഇതും അങ്ങനെ ഭയങ്കര കൺസേൺ അല്ല, പക്ഷെ ഏജ് കൂടുമ്പോൾ ഇങ്ങനത്തെ ഉള്ള സ്പെസിഫിക് കണ്ടീഷൻ കുറച്ചും കൂടെ ഒരു നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. നമ്മൾ സാധാരണ എപ്പോഴും പറയും ഒരു 12 വയസ്സാകുമ്പോൾ പെൺകുട്ടികൾക്ക് പീരീഡ് ആയിരിക്കണം എന്ന് പറയും. എന്നാൽ ചിലവർക്ക് വളരെ നേരത്തെ പീരീഡ് ആവാറുണ്ട്, ലേറ്റ് ആയിട്ടും പീരീഡ് ആവാറുണ്ട്. അങ്ങനെ ഈ പീരീഡ് ആവുന്നതിന് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഏജ് ഉണ്ടോ? ഇത്ര ഏജിനുള്ളിൽ പീരീഡ് ആയിരിക്കണം അങ്ങനെ ഉണ്ടോ? നമ്മൾ പറയുന്നത് 13 years നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്, അതായത് ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, ആക്സിലറി പ്യൂബിക് ഹെയർ ഡെവലപ്മെന്റ്, അതൊക്കെ ഉള്ള ഒരു കുട്ടിക്കാണെങ്കിൽ നമുക്ക് 15 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ ഉണ്ട്, പക്ഷെ പീരീഡ്സ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് 15 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ടും പീരീഡ്സ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്. ആ സമയം ഒരു 13 വയസ്സൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഇതൊന്നും വന്നിട്ടില്ല, ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഇല്ല, ഹെയർ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ ബെറ്റർ ടു ഇവാലുവേറ്റ് എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോൾ ചില കുട്ടികൾക്ക് യൂട്രസ് ഉണ്ടാവില്ല, ചില കുട്ടികൾക്ക് ഓവറി ഡെവലപ്ഡ് ആയിട്ടുണ്ടാവില്ല, അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ. പിന്നെ ചിലർക്ക് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ വജൈനൽ ഓപ്പണിങ് ഹൈമൻ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പൊ ഉള്ളിൽ ബ്ലീഡിങ് പീരീഡ്സ് ആവുന്നുണ്ടാവും, പക്ഷെ പുറത്തേക്ക് വരാത്തായിരിക്കാം. അപ്പം അങ്ങനത്തേക്കുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് നിർബന്ധകരമായിട്ടുള്ള ഒരു ഒന്നാണ്, ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ശരിക്കും ഒരു വൺസ് ഇൻ എ മന്ത് എങ്കിലും നമ്മൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുന്നതാണ് നല്ലത്. ഒരു മേ ബി ഒരു 25 years അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പം അതൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുളിക്കാൻ നിൽക്കുമ്പം അല്ലെങ്കിൽ അൺഡ്രസ് ചെയ്യുന്ന സമയത്ത് മിററിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ ബ്രസ്റ്റ് ഫുള്ളായിട്ട് എക്സാമിൻ ചെയ്യുന്നു. അപ്പം അതിൽ എന്തെങ്കിലും ഒരു ഷേപ്പിന് ചേഞ്ചോ, സ്കിന്നിന്റെ ഒരു ചേഞ്ചോ, അല്ലെങ്കിൽ നിപ്പിളിൽ ഡിസ്ചാർജോ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ, നമ്മളിതൊക്കെ ചെയ്യുന്ന മെയിൻലി ബ്രസ്റ്റ് ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനാണ്. ഇതിന്റെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിന് വെരി ഗുഡ് പ്രോഗ്നോസ് ആണ്. അതിന്റെ എന്താ പറയുക, ലൈഫ് സ്പാൻ ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു മറ്റേ ഒരു അല്ലാത്തൊരാളുടെ പോലെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷനും ചെയ്യണം 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 എന്ന് പറയുന്നത്. പിന്നെ ഏജ് കൂടുന്തോറും നമുക്ക് ഇത് ചെയ്യണം, അതിന്റെ കൂടെ ക്ലിനിക്കൽ, അതായത് ഡോക്ടറെയും കൂടെ കണ്ട് എക്സാം ഇടയ്ക്കൊന്ന് ചെയ്യിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു 40 years പ്ലസ് ഒക്കെ ആകുമ്പോൾ നമുക്കൊരു മാമോഗ്രാം ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അറ്റ്ലീസ്റ്റ് മന്ത്ലി വൺസ് ചെയ്യുന്നത് നല്ലതാണ്. സാധാരണ ഈ കുട്ടികൾക്ക് പാല് കൊടുക്കുമ്പോൾ ചില അമ്മമാര് പാല് കൊടുക്കാൻ വിമുഖത കാണിക്കും. ഈ പാല് കൊടുക്കാതിരുന്നാൽ ബ്രസ്റ്റ് ക്യാൻസർ വരും. അങ്ങനെയല്ല, പാല് കൊടുത്താല് നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണ്. വൺ ഓഫ് ദ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ ഫോർ ബ്രസ്റ്റ് ക്യാൻസർ ആണ് നമുക്ക് പാല് കൊടുക്കുന്നത്. ബ്രസ്റ്റ് ഫീഡിങ്, പ്രൊലോങ് ബ്രസ്റ്റ് ഫീഡിങ്, മൾട്ടിപ്പിൾ കുട്ടികൾ, കൂടുതൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അല്ലാതെ കൊടുക്കാതെ ഇരുന്നുകൊണ്ട് നമുക്ക് ക്യാൻസർ വരുന്നല്ല, ഇറ്റ്സ് അതർ വേ റൗണ്ട്. നമുക്ക് കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ പലപ്പോഴും ഈ ആരോഗ്യം സംബന്ധമായിട്ടുള്ള മാഗസീനിലൊക്കെ വായിക്കുമ്പോൾ ഈ പലരും പറയാറുണ്ട്, അതായത് അതിലൊക്കെ എത്രത്തോളം ശാസ്ത്രീയത ഉണ്ടെന്നറിയില്ല, ഈ സ്ത്രീകൾ ബ്രാ ധരിക്കാതിരിക്കുകയാണെങ്കിൽ അവർക്ക് പ്രായമാകുമ്പോൾ ക്യാൻസർ വരും. എന്തിനാ ഈ ക്യാൻസറുമായിട്ടാണ് കണക്ട് ചെയ്യിപ്പിക്കുന്നത്? അതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അങ്ങനെ സയന്റിഫിക് ഇതൊന്നും ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. ഇനിയിപ്പോ വല്ലോ സ്റ്റഡീസും അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല, എന്റെ അറിവിൽ അങ്ങനെയില്ല. ഈ ഗർഭകാലത്ത് യാത്ര ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം റീലുകൾ ഷൂട്ട് ചെയ്യുന്നതൊക്കെ സേഫ് ആണ്? വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പറഞ്ഞല്ലോ, ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യൻസ്, ബ്ലീഡിംഗ് ഉള്ള പേഷ്യന്റ്, പ്ലാസന്റ താഴെയാണ്, പ്രഷർ ഉണ്ട്, ബേബിയുടെ ഗ്രോത്ത് കുറവാണ്, ഫ്ലൂയിഡ് കുറവാണ്, അങ്ങനെ അതായത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ളവർക്ക് ട്രാവല് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. അല്ലാതെ ഇൻസ്റ്റാഗ്രാം ചെയ്ത് റീൽ ചെയ്യുന്നോണ്ടോ ഷൂട്ട് ചെയ്യുന്നോണ്ടോ ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഒരു റെസ്റ്റ് പറഞ്ഞേക്കുന്ന പേഷ്യന്റ്, പ്ലാസന്റ താഴെയാണ്, ബ്ലീഡിംഗ് ആണ്, നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ പേഷ്യന്റ് ഓഫ് കോഴ്സ് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ കിടന്നിട്ട് അവർക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം, കുഴപ്പമില്ല. അല്ല, ഞാനിപ്പോഴേ ഒരു വ്ളോഗർ, അവരിപ്പോ ഇതുപോലെ ആദ്യത്തെ കുഞ്ഞ് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് അടുത്ത ഗർഭിണിയായി. അപ്പൊ അവർ ആദ്യത്തെ കുഞ്ഞിന് ഇതേപോലെ ഒരു 4-5-6 മാസമായപ്പോൾ ഇടുപ്പി വെച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഈ കമന്റ്സിലൊക്കെ പലപ്പോഴും അവരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിമർശിക്കാൻ തുടങ്ങിയായിരുന്നു. ഈ ആദ്യത്തെ കുട്ടിയെ എടുത്തുകൊണ്ട് ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ യാത്ര ചെയ്യുന്നു, അതൊന്നും ഒരു പ്രശ്നമില്ലല്ലേ? പിന്നെ 2 വീലറിലൊക്കെ ട്രാവൽ ചെയ്യുമ്പം ഞാൻ എപ്പോഴും പറയും നമ്മളൊന്ന് കെയർഫുൾ ആവുക. കാരണം നമ്മള് പ്രഗ്നന്റ് അല്ലാത്ത പോലെ അല്ലല്ലോ, വയറായി കഴിയുമ്പോൾ നമ്മുടെ ബാലൻസ് ഒക്കെ നമുക്ക് കുറച്ച് പ്രശ്നം വരും. നമുക്കൊന്ന് ഇത് ചരിയുമ്പോഴൊക്കെ, മറ്റേത് നമുക്ക് കാലുത്തുമ്പോൾ ചിലപ്പോൾ ഒരു ബാലൻസ് കിട്ടുന്ന പോലെ നമ്മൾ പ്രഗ്നൻസി എസ്പെഷ്യലി കുറച്ചും കൂടെ അഡ്വാൻസ് പ്രഗ്നൻസി വയറാകുമ്പോൾ നമുക്കത് കിട്ടിയില്ല എന്ന് വരും. അപ്പം എൻ്റെ അടുത്ത് പേഷ്യൻസ് ചോദിക്കുമ്പോൾ ഞാൻ പറയും ചെയ്തോ,
പക്ഷെ നമ്മൾ സേഫായിട്ട് സൂക്ഷിച്ച് വേണം. പിന്നെ നമ്മുടെ റോഡുകളുടെ കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഷോർട്ട് ഡിസ്റ്റൻസ്, ലോങ് ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ അങ്ങനെ പോകുമ്പോൾ ഉള്ള ഒരു സേഫ്റ്റി ഇഷ്യൂ നമുക്കുണ്ട്. കാറിൽ അങ്ങനത്തെ ഇതിലൊന്നും വലിയ പ്രോബ്ലം ഇല്ല. പ്രോബ്ലം ഒന്നും. ഈ ഗർഭകാലത്ത് ജലദോഷം വരുന്നത് റിസ്ക് ആണെന്ന് കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും? അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ചില വൈറൽ ഡിസീസസ് ഒക്കെ ഉണ്ട്. ഈ റുബെല്ല, മെയിൻലി അതിനകത്ത് റുബെല്ലയാണ് നമ്മൾ പറയുന്നത്. പിന്നെ മീസിൽസിനൊക്കെ പിന്നെ ഇങ്ങനെ റാഷ് പോലെ വരും. ഇത് നമുക്കൊരു സാധാരണ കോമൺ കോൾഡ് പോലെ വരുള്ളൂ വൈറൽ ഡിസീസ്. പക്ഷെ ഇത് ബേബിക്ക്, ഫീറ്റസിന് വന്നു കഴിഞ്ഞാൽ കുറേ അനോമലീസ്, അതായത് സ്ട്രക്ചറൽ പ്രോബ്ലംസ് വരാവുന്നതാണ്. അപ്പൊ നമ്മൾ ഒരു കോമൺ കോൾഡാന്ന് വെച്ചാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് മെഡിസിൻ ഇല്ല. ഇപ്പൊ റുബെല്ലയാണെന്ന് അറിഞ്ഞാലും പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടാണ് അങ്ങനെ കോൾഡ് വന്ന പ്രശ്നം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കോമൺ കോൾഡ് വന്ന് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഇൻഫ്ലുവൻസ, അങ്ങനത്തെ കാര്യങ്ങൾ. ഒരു പ്രഗ്നന്റ് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ H1N1 ഒക്കെ ഉണ്ടല്ലോ, പ്രഗ്നൻസി തന്നെ ആവുമ്പോൾ തന്നെ കാറ്റഗറി ഒന്നും കൂടെ കൂടി. നോൺ പ്രഗ്നന്റ് കാറ്റഗറി 1 ആണെങ്കിൽ, കാറ്റഗറി A ആണെങ്കിൽ മറ്റേത് കാറ്റഗറി B, അതായത് റിസ്ക് കൂടി. അവരുടെ ബോഡിയിലുള്ള ചേഞ്ചസ് ഒക്കെ കാരണം കോംപ്ലിക്കേഷൻസ് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഭയങ്കര ക്രൗഡഡ് പ്ലേസസിലൊക്കെ പോകുന്നത് കഴിവതും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് ആർക്ക് എന്ത് അസുഖമുള്ളതെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം മിക്കവാറും എല്ലാവരും ഇൻഫ്ലുവൻസ വാക്സിനും എടുത്തൊക്കെ തുടങ്ങി. കാരണം നമുക്കിപ്പോൾ ഓഫ് ലൈറ്റ് ഇങ്ങനെ കുറെ H1N1 ഒക്കെ വന്ന് അങ്ങനെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എടുത്തു തുടങ്ങി. അല്ലാതെ ഒരു കോമൺ കോൾഡ് പ്രശ്നമില്ല. പക്ഷെ ഇത് കോമൺ കോൾഡ് ആണോ അല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്ന വൈറസ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതാണ് ഒരു പ്രോബ്ലം. ഈ പ്രഗ്നൻസി പീരീഡിൽ ചിക്കൻ പോക്സ് വരുന്നത് കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ചിക്കൻ ബോക്സ് കുറച്ച് ബേബിക്ക് പ്രോബ്ലം വരാവുന്നതാണ്. അത് ഓരോ ട്രൈമസ്റ്ററിലും, ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് 3 months ഫസ്റ്റ് ട്രൈമസ്റ്റർ, പിന്നത്തെ ഒരു 3 months സെക്കൻഡ്, പിന്നെ തേർഡ്. ഓരോ ട്രൈമസ്റ്ററിലും അത് ബേബിക്ക് വരാവുന്ന കോംപ്ലിക്കേഷൻസിന്റെ പെർസെൻറ്റേജ് വ്യത്യാസമുണ്ട്, വരാവുന്ന പ്രശ്നങ്ങളും വ്യത്യാസമുണ്ട്. മേ ബി ഒരു 0.5, ചില ഇപ്പോൾ ഫസ്റ്റ് 0.5 ആണെങ്കിൽ അടുത്തൊരു 1.5% അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെ കാറ്ററാക്ട് വരാം, കൺജന്റൽ നമ്മളിങ്ങനെ മസിൽസ് ഒക്കെ സ്പാസ്, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരാം. പക്ഷെ നമ്മൾ പ്രഗ്നന്റ് പേഷ്യന്റ് ചിക്കൻ ബോക്സ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ പറയാറില്ല. കാരണം ആ ഒരു ചെറിയ പെർസെൻറ്റേജേ വരാറുള്ളൂ. അപ്പം കഴിവതും നമ്മൾ ചിക്കൻ ബോക്സ് അങ്ങനെ എന്തെങ്കിലും ഉള്ളത് ആൾക്കാരുടെ അടുത്തുള്ള കോണ്ടാക്ട് ഒഴിവാക്കുക. പിന്നെ ഇപ്പം നമ്മളിങ്ങനെ പ്രീ പ്രഗ്നൻസി കൗൺസിലിങ്ങിന് വരുന്ന ഒരു ചെറിയ പോപ്പുലേഷൻ ഇപ്പം നമുക്ക് ആയി തുടങ്ങി. പണ്ട് എല്ലാം അൺപ്ലാൻഡ് പ്രഗ്നൻസീസ് ആണല്ലോ. ഇപ്പൊ കുറച്ച് പ്ലാൻഡ് ഒക്കെ കാരണം അതിനകത്ത് കുറച്ച് പേര് നമ്മുടെ അടുത്ത് ഇങ്ങനെ വരും, പ്രീ പ്രഗ്നൻസി എന്തൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരോട് ഞാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്, ചിക്കൻ ബോക്സ് വന്നിട്ടില്ലെങ്കിൽ ബെറ്റർ ടു ടേക്ക് എ ചിക്കൻ ബോക്സ് വാക്സിൻ. കാരണം നമുക്കത് പ്രഗ്നൻസിയിൽ വന്നാൽ നമുക്ക് റിസ്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. വാക്സിൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വൺസ് നമുക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റിയാണ്. അപ്പൊ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ല, പിന്നെ വലിയ പ്രശ്നങ്ങളില്ല. ഓക്കെ ഡോക്ടർ, ഇനി ഒരു പ്രേക്ഷകന്റെ ഒരു കോളാണ് കേട്ടോ. ഹലോ. ഹലോ. ഡോക്ടർ ഇവിടെ ഉണ്ട്, ചോദിക്കാം കേട്ടോ. നമസ്കാരം. നമസ്കാരം ഡോക്ടർ, എന്റെ ഒരു സംശയമേ, എന്റെ ഫ്രണ്ടിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ 4 ദിവസമേ ആയുള്ളേ. ഓക്കെ. അപ്പം ആൾക്ക് മുലപ്പാല് തീരെ കുറവാണ്. മുലപ്പാൽ ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞു കാണുന്ന ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെയാണേ. അതെന്തുകൊണ്ടാണ് ഡോക്ടർ ഈ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഈ മുലപ്പാൽ ഇല്ലാതെ ആവുന്നത്? നമുക്ക് സാധാരണഗതിയിൽ പാല് ആയി വന്ന ഒരു 3rd day ഒക്കെ ആവുമ്പോഴാണ് പാല് ഒരുവിധം നന്നായിട്ട് ആവുക. ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ പാല് കുറേശ്ശെ വരുമെങ്കിൽ അങ്ങനെ ഒരു ആഡിക്വേറ്റ് എമൗണ്ടിൽ വരണം എന്നില്ല. ഒരു 3 days ഒക്കെ ആവും വരാനായിട്ട്. പിന്നെ ഇങ്ങനെ ചില കണ്ടീഷൻ, ഇപ്പൊ ഡയബറ്റിക് മദറിന് ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ പാല് കുറയാൻ സാധ്യതയുണ്ട്. ഭയങ്കര വണ്ണമുള്ള പേഷ്യൻസ് ആണെങ്കിൽ ചിലർക്ക് പാല് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലരുടെ ബോഡിയുടെ നേച്ചർ അങ്ങനെയാണ്, പാല് കുറവായിരിക്കും. അപ്പൊ നമുക്കിപ്പോ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസ്, പൊടികൾ അങ്ങനെയൊക്കെ കൊടുക്കാം. പിന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് എടുക്കുക. ഫ്ലൂയിഡ് നന്നായിട്ട് എടുക്കുമ്പോൾ പാല് കൂടി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പാല് കൂടി വരും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ അവർക്ക് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് പേഷ്യന്റിന്റെ അടുത്ത് നിന്ന്, അല്ല ഡെലിവറി ചെയ്ത് കിടക്കുന്ന ആളുടെ അടുത്ത് നിന്ന് പാലില്ല കുഞ്ഞ് കരയുന്നു പാലില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈക്കോളജിക്കൽ ഒരു ഭയങ്കര ഇമോഷണൽ ട്രോമയാണ്. ഈ എന്തെങ്കിലും നമുക്ക് സൈക്കോളജിക്കൽ അപ്സെറ്റ് വന്നാൽ നമ്മുടെ ഹോർമോൺസിനൊക്കെ അഫക്റ്റ് ചെയ്യും. അപ്പൊ വീണ്ടും പാല് കുറഞ്ഞു പോകും.
അപ്പൊ അതുകൊണ്ട് നമുക്ക് കൊടുക്കാനുള്ളത് അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക, ഫ്ലൂയിഡ്സ് നന്നായിട്ട് കുടിക്കാൻ കൊടുക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. പിന്നെ തീരെ എന്നിട്ട് വരുന്നില്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടീവ് മെഡിസിൻസ് ഉണ്ട്, അത് കൊടുത്താലും ഒരു പരിധി വരെ നമ്മുടെ ഇപ്പൊ ബോഡി നേച്ചർ അങ്ങനെയാണെങ്കിൽ ആവില്ല. ഏതൊക്കെ തരം ഫുഡുകളായിരിക്കും ഡോക്ടർ ഇവർക്ക് കൊടുക്കേണ്ടത്? പ്രോട്ടീൻ റിച്ച് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എന്താ കുറച്ച് നമ്മളതല്ലേ പണ്ട് പയറ്, മുതിര, അങ്ങനത്തെ സാധനങ്ങൾ. നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ റെഡ് മീറ്റ്, മുട്ട, കപ്പലണ്ടി, നട്ട്സ്, ഇങ്ങനത്തെ സാധനങ്ങൾ എല്ലാം അതിനകത്തൊക്കെ പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതുകൊണ്ട് ഈ 4 ദിവസമല്ലേ ആയുള്ളൂ, അപ്പം കുഞ്ഞിന് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ? ഈ ഒരു ദോഷമില്ല. ഒരു കുഞ്ഞിന് അവരെന്തായാലും ഉള്ള പാല് കുടിപ്പിക്കുന്നുണ്ടല്ലോ, അത് ചിലപ്പോ പതുക്കെ അങ്ങനെ ശരിയായി വന്നോളും. ഇല്ലെങ്കിൽ നമുക്കിപ്പോ ഫോർമുല ഫീഡ്സ് ഉണ്ടല്ലോ, അത് കൊടുത്താലും മതിയല്ല. കുഞ്ഞിന് നല്ലതാണ് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മള് ഫോർമുല ഫീഡ്സ് കൊടുക്കണം, അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ ഓക്കെ. താങ്ക് യു ഡോക്ടർ. ഓക്കെ ഓക്കെ, വെൽക്കം. ഡോക്ടർ ഇപ്പൊ പറഞ്ഞല്ലോ മുലപ്പാൽ കുറവാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ചിലവരെ ഈ മുലപ്പാൽ, അമ്മയുടെ മുലപ്പാൽ കുറവാകുമ്പോൾ വേറെ മറ്റ് സ്ത്രീകളുടെ ഇതുപോലെ മുലപ്പാൽ കൊടുക്കാറുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു രീതിയാണോ? അത് കുഴപ്പമൊന്നുമില്ല. ഒൺലി തിങ് ഇപ്പൊ മറ്റേ മദറിന് എന്തെങ്കിലും ഇങ്ങനെ മിൽക്കി കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാവുന്ന ഡിസീസസ്, നമ്മളിപ്പോ സാധാരണ എല്ലാ ഗർഭിണികളെയും നമ്മൾ വൈറൽ ഡിസീസിൽ, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി, HIV അങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടോന്നൊക്കെ എല്ലാവരും തന്നെ സ്ക്രീൻ ചെയ്യും. നമുക്ക് ഉറപ്പാണ് ഈ മദറിന് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പാണെങ്കിൽ ഫീഡ് ചെയ്യണോണ്ട് കുഴപ്പമില്ല. പക്ഷെ നമുക്കിപ്പോ അറിയാത്തൊരു മദർ ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്കിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അതർവൈസ് കുഴപ്പമില്ല. ഡോക്ടറെ, നമ്മുടെ നാട്ടിൽ ഈ ടീനേജ് പ്രഗ്നൻസി ഇപ്പം കൂടുന്നുണ്ട്. അപ്പം മാമിന്റെ ഇതിൽ തന്നെ ഒരുപാട് ടീനേജുകൾ ഇങ്ങനെ അബോഷനുമായിട്ട് വരാറുണ്ടല്ലോ. അപ്പം ഇതിനിപ്പം എന്താണ് നിങ്ങളുടെ മുന്നിൽ ഒരു പരിഹാരമുള്ള? സാധാരണഗതിയിൽ ഇങ്ങനെ അബോഷനായിട്ട് വരുമ്പോൾ ഡോക്ടറിന് നേരെ പറഞ്ഞല്ലോ അവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ എടുക്കണം, അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാൻ ഒരു മടിയുള്ളത്. അപ്പോൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഈ ടീനേജ് പ്രഗ്നൻസി റേറ്റ് ഇപ്പം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണോ? ക്രമാതീതം കൂടുതലാണ്, പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. ഇപ്പം നമ്മള് അങ്ങനെയാണല്ലോ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം ചേഞ്ച് ചെയ്തല്ലോ, എല്ലാം നമ്മൾ വെസ്റ്റനൈസ് ചെയ്തതിന്റെ ഒരു ഭാഗമായിട്ട് കുട്ടികളുടെ അങ്ങനത്തെ സെക്ഷലി അവര് വളരെ ഏർലി ആയിട്ട് സെക്ഷലി ആക്റ്റീവ് ആവാൻ തുടങ്ങി. അപ്പം പ്രഗ്നൻസി ആവാനുള്ള സാധ്യതകൾ കൂടി. നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്ക് ഒരു പരിധി വരെ ചെയ്യാവുന്ന നമ്മുടെ കുട്ടികളെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം. അതായത് നമ്മൾ സെക്സിൽ ഇടപെടരുതെന്ന് നമുക്ക് പറയാം, നമ്മൾ കൺസർവേറ്റീവ് ആയതുകൊണ്ട് നമ്മൾ പറയും, അത് പറയാം. അതുപോലെ സേഫ് സെക്സ് പ്രാക്ടീസസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അതായത് കോൺട്രാസെപ്റ്റീവ് പിൽസിന്റെ കാര്യം, അല്ലെങ്കിൽ കോണ്ടംസ്, അങ്ങനത്തെ. പിന്നെ നമുക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് വരാം, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സ്കൂളിലും സ്കൂളിൽ നമുക്ക് അതിനുള്ള ക്ലാസ്സസ് വെക്കുക, വീടുകളിലാണെങ്കിലും പറഞ്ഞു കൊടുക്കുക. പണ്ടത്തെ പോലെ സെക്സിനെ കുറിച്ചും കുട്ടികളോട് സംസാരിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേലും അവർ ഈ സോഷ്യൽ മീഡിയയിലും എല്ലാം കൂടെ കൊടുത്ത് നമ്മളേലും അവയർനെസ് ആണ് അവർക്ക്, പക്ഷെ അവർക്കത് സേഫ് ആയിട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയില്ല. അപ്പം നമുക്കത് 100% നമ്മൾ കുട്ടികൾ ഇങ്ങനെ മാരേജിന് മുമ്പ് സെക്ഷലി ആക്റ്റീവ് ആവില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ അവരെ ബോധവൽക്കരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ വരണം, പ്രഗ്നൻസി ആയാൽ പ്രോബ്ലംസ് വരാം. പക്ഷെ പ്രഗ്നന്റ് ആയി പോയാൽ, ഇതൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും കാര്യം കൊണ്ട് ആയി പോയാൽ ഫസ്റ്റ് യു ഹാവ് ടു സീക്ക് ഹെൽപ്പ്. നമ്മൾ പാരന്റ്സ് തന്നെ ഒരു സപ്പോർട്ട് ചെയ്ത്. കാരണം ഇപ്പൊ പല ഇതും കണ്ടില്ല, കുട്ടികൾ അറിയാതെ ബാത്റൂമിൽ പ്രസവിക്കുന്നുണ്ട്, കുട്ടീനെ ഇതാക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളത് അവർക്ക് പാരന്റ്സിനോട് പറയാനുള്ള ഒരു മടി, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാനുള്ള ഒരു മടി കൊണ്ടാണ്. അപ്പൊ നമുക്കൊരു ഏർലി ഇതിലൊക്കെ ആണെങ്കിൽ നമുക്ക് അബോർഷൻ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അത് നമ്മുടെ കുട്ടികളെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. നമ്മൾ കാലം മാറുന്നതനുസരിച്ച് നമ്മൾ അത് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ സേഫ് സെക്സ് പ്രാക്ടീസ്, പ്രഗ്നൻസി മാത്രമല്ലല്ലോ, നമുക്കിപ്പം എസ്പെഷ്യലി മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് വരാം. HIV മാത്രമല്ല, സിഫിലിസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ട് വരാം. അപ്പൊ അതുമൊക്കെ നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കണം ഇന്നത്തെ കാലത്ത്. പിന്നെ പണ്ടത്തെ പോലെ അല്ല കേട്ടോ, ഇപ്പം നമ്മളിപ്പോ OP വരുന്നതാണ്. നമ്മൾ സാധാരണ പണ്ടൊക്കെ അൺമാരീഡ് കുട്ടികൾക്ക് അല്ലെങ്കിൽ അൺമാരീഡ് ലേഡീസിന് നമ്മൾ പൊതുവെ വജൈനൽ എക്സാമിനേഷൻ ചെയ്യില്ല. അത് വളരെ ഇപ്പം അവര് നമ്മുടെ അടുത്ത് പറയും, മെജോറിറ്റി ആൾക്കാരും ഞാൻ സെക്ഷലി ആക്റ്റീവ് ആണെന്ന് പറയും. ഇപ്പം അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, പണ്ടിപ്പം അത് നമ്മൾ ചോദിച്ചാൽ അവർക്ക് അത് ഭയങ്കര ഇൽ ഫീലിംഗ് ആണ്. ഇപ്പം നമ്മൾ ചോദിക്കുമ്പം മേ ബി ഒരു 90% പറയാം
നമ്മൾ അങ്ങനെ ചോദിക്കും. നമുക്ക് ചില സന്ദർഭങ്ങളാണ് ചോദിക്കേണ്ടി വരുള്ളൂ. അപ്പൊ ആ ചോദിക്കുന്നവരിൽ 90% സെക്ഷലി ആക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ അവരിങ്ങോട്ട് പറയും ഞാൻ സെക്ഷലി ആക്റ്റീവ് ആന്ന് പറയും. അപ്പൊ കാലം അത്രത്തോളം മാറി. അതെ അതെ. എന്തായാലും താങ്ക് യു ഡോക്ടർ. ഒരുപാട് ഇത് സംബന്ധമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടി. താങ്ക് യു.